ആർജി വ്ളോഗ്സ്. നമ്മളിന്ന് നമ്മുടെ ടബ്ബ് ക്ലീനിങ് ആണ്. നമ്മളിപ്പം ടബ്ബ് പുറത്തെടുത്തൊന്ന് തൂത്ത് വൃത്തിയാക്കി. നമ്മുടെ മീനെ ഇടുന്ന പാട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ നേരത്തെ ബാക്കി അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും കോൾ വന്നിട്ട് ഫുള്ള് റൂവൻ്റായിപ്പോയി. നമുക്കൊന്ന് അയ്യോ റൂവൻ്റായിപ്പോൾ. സോ ഞാൻ ഇനിയിപ്പോൾ വെള്ളം ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ടബിൻ്റെ അടി ഒന്നും ഇടണ്ടടാ, നീ അവിടെ കൊണ്ട് വെച്ചാൽ മതി സ്ട്രെയിറ്റ്. അങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് പിന്നെ എപ്പോഴേലും ക്ലീൻ ചെയ്യാം. ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കല്ലൊക്കെ എവിടെ ഇരുന്നോട്ടെ, കല്ല് നമുക്ക് വേണ്ടതല്ലേ. മാറ്റി നമ്മളിവിടെയാണ് കഴിച്ച് വെക്കുന്ന കല്ലെല്ലാം. ശരി, കല്ലല്ല കഴിച്ച്. ടബ് നമ്മുടെ നേരത്തെ ഉള്ള ടബ്ബാണ് ഇത്. നമ്മൾ നേരത്തെ കൊണ്ട് ഇവന് കുഞ്ഞായിരുന്നു, അപ്പോൾ ഇവന് വേണ്ടി വാങ്ങിച്ചാണിത്. സോ ഇനിയിപ്പോൾ ഇവൻ്റെ കല്ലെല്ലാം പെറുക്കിടാം. എൻ്റെ കല്ല നമുക്കിനി ഇവിടെ കുറച്ച് കല്ലിടാം. കാരണം ഇവിടെ മീൻ ചാടി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കല്ലൊക്കെ ചേർച്ച് പൊടിയുണ്ട്. ആ സാരിയില്ല, വെള്ളത്തിന് മീനിന് ഇത്തിരി പൊടി ആവശ്യമുണ്ട് ഗൈസ്. അല്ല ഗൈസ്, ഞാൻ എപ്പോഴും മീനിനെ കുറിച്ച് ഭയങ്കര സേഫ്റ്റി ഒരാളാണ്. ആ സാരിയില്ല, മീനിന് കുറച്ച് പൊടിയൊക്കെ വേണം അല്ലാടാ. എന്നാലും നീ വെള്ളം അപ്പം ഞാൻ ഇനിയിപ്പോൾ വെള്ളം ഓൺ ചെയ്യാൻ ഞാൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമായിട്ട് പോകേണ്ടതാണ് ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ തന്നെ പോകണം. ജോപ്പനവിടെ ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ വെള്ളം ഓൺ ചെയ്തിട്ടുണ്ട്. വെള്ളം എടുത്തു, തിരിച്ചു വന്നു, വെള്ളം ഒഴിച്ചു. ഞാൻ മീനെ പിടിക്കാം. ഇതിനകത്തുള്ള മീനിൻ്റെ പേരെല്ലാം ഒന്ന് പറഞ്ഞ നീ. ഗപ്പിയില്ല, ഗൗരിയുണ്ട്, ബലൂൺ പ്ലാറ്റിയുണ്ട്, അതിൻ്റെ തന്നെ ഗപ്പി നമ്മുടെ പഴയ ടാങ്കിൽ. പിന്നെ ബലൂൺ പ്ലാറ്റിയും പിന്നെന്തൊന്നായിരുന്നു ഗൗരയും മോളിയും മാത്രമാണ് ഇതിൻ്റെ അകത്തിരുന്നത്. ഒരു ബലൂൺ എടുത്ത് ഫോൺ എടുക്കാൻ പോയില്ല. ആ ടൈമിൽ ഇത് ചാടിയായിരുന്നു കൊടുക്കും. നമുക്ക് ഇതുണ്ടായിരുന്നു, ഇപ്പം പുറത്ത് ചാടിയായിരുന്നു കഴിച്ചു. ഇതൊരു ബലൂൺ പ്ലാറ്റി ഇറക്കിവിടാം. ബലൂൺ പ്ലാറ്റില്ല, അതൊന്ന് ഇതുണ്ട് കഴിച്ച്. ഇതൊരു പൂ പോലെ ഇരിക്കുന്നു. പൂവിനെ ഞാൻ റൂവൻ ചെയ്തിരിക്കുന്നു. എനിക്ക് പൂക്കൾ ഇഷ്ടമല്ല. നമ്മൾ മീനെ ടോർച്ചർ ചെയ്യണം. രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൊടുക്കില്ല, രണ്ടെണ്ണത്തിന് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാണ്. ഇത് കണ്ടോ, രണ്ട് ഗൗരേനെ ഒരുമിച്ച് നോക്ക്. രണ്ട് പേരിനെ ഒരുമിച്ച് കിട്ടി. രണ്ട് പേരിനല്ല, ഒരു പേരിനെ ഒരുമിച്ച് കിട്ടി. വേഗം വിട്, ഇല്ലെങ്കിൽ തട്ടു. അവിടെ ഇറക്കി വിടും. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിച്ചിടാം ടാങ്കിലേക്ക്. നമ്മൾ അവിടെയാണ് ഇറക്കി വിട്ടത്. അതിനെ നമുക്ക് ഇറക്കി വിടാം. പേടിയുണ്ട്. നമ്മൾ ആ അരിപ്പയിലെ ചെളി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് ശരിക്കും വിട്ടത്. പറഞ്ഞിരി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ബാക്കി മീനെ പിടിക്കുന്നത് പായ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മീനെ പിടിക്കാൻ എളുപ്പമല്ലേ. നമ്മൾ കുറച്ച് അമേരിക്കൻ പായൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ശരിക്കുള്ള എന്തുകൊണ്ട് പേര് പറയും. ക്യാബേജ് എന്തോ എന്തേലും ആയിക്കോട്ടെ അല്ലേ ഗായ്സ്. ഒരു മിനിറ്റ് ഗായ്സ്. അപ്പം ഞാൻ വെള്ളം നിരത്തുവാണ്. വെള്ളം നിരത്തിക്കോ? ഗ്യാസ് അപ്പുറത്ത് പോയി നിർത്തിയിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇനി ബാക്കി മീനെയും കൂടി പിടിച്ചിടാൻ എന്നുള്ള ജോലിയാണ്. ഇപ്പോൾ നമുക്കൊരു മോളി ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. അതിനെ വീട് നമ്മുടെ മീനുകളെല്ലാം ഇതിൻ്റെ അടി സേഫായിട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഗൈസ്, അടുത്ത ചെളിയാണ്. അരിപ്പ ചെളിയായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഞാനാണെങ്കിൽ കൈക്കൊക്കെ പിടിച്ചിടുക. എനിക്ക് ഇവൻ ഭയങ്കര ചാട്ടക്കാരിയാണ് ഈ മോളി ഫിഷ്. അതുകൊണ്ട് അവളെ അത്ര നമുക്ക് പറ്റത്തില്ല. കണ്ടോ, ഭയങ്കര ഒരു ചാട്ടക്കാരിയാണ്. നമ്മുടെ പായലിന്റെ വേര് കണ്ടോ ഗൈസ്? എന്ത് ഇത് കണ്ടോ, നോക്ക്. ഇത് കണ്ടോ ഗൈസ്? അതിനേക്കാളും എന്തേരം നല്ല വലിയ വേരൊക്കെ ആയിരുന്നു അത്യാവശ്യം. പണ്ട് നമുക്ക് ചെറിയ വേര. നമ്മൾ പായല് പണിയുമ്പോൾ നമുക്ക് നല്ല പായലിന്റെ വേരിന്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്താൽ ആ പായലിന്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ലല്ലേ. നമ്മൾ പിന്നെ ഇവന് ഒത്തിരി പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവന് മീനിൻ്റെ കാര്യം വേണ്ടെന്നേ. ആ സമയത്താണ് ഈ പായലെല്ലാം മറന്ന് മീനൊക്കെ കുറച്ച് ചത്തുപോയത്. ആ സമയത്ത് ഞങ്ങൾ അമ്മ വീട്ടിൽ പോയപ്പോഴാണ്, ഈ കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിൽ പോയപ്പോഴാണ് മീനൊക്കെ കൊണ്ടുവന്നത്. ഞാൻ പിടിക്കാം എൻ്റെ കൈ തരൂ. ഇങ്ങോട്ട് കൈ കാണിച്ചാൽ ഇതാ. എനിക്ക് പേടിയാണ് ശരിക്കും ഈ മീനൊക്കെ. എനിക്ക് കുഞ്ഞു മീനാണെന്നും ഇല്ല, വലിയ മീനാണെന്നും ഇല്ല, നല്ല പേടിയുണ്ട് ഏത് ടൈപ്പ് മീനായാലും. അയ്യോ ചാടിപ്പോയി.
ഇത് ഇവിടെ ഉണ്ട് ഗൈസ്. കിട്ടി ഗൈസ്. ഇവനെ പിടിക്കാൻ ഒരു ഇത്തിരി പ്രയാസമുണ്ട്. പെട്ടെന്ന് പിടിക്കട്ടോ. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇവൻ കുറച്ച് പിടച്ചാണ്. ഇവിടെ പിടച്ച് നിൽക്കണം. ഓക്കെ ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. നാളെ മിക്കവാറും ചത്തൊന്നുമില്ലടാ. മണ്ടത്തോട് കാണിച്ചു. മണ്ടത്തരൊന്നും കാണിച്ചതല്ല. മണ്ടത്തരൊന്നുമില്ല. നീ അങ്ങോട്ട് ഇട്ടല്ലേ ഓർത്തോണ. നിന്റെ കയ്യിലിട്ട് തന്നെ കഷ്ടമാണ്. ഗൈസ്, നമ്മളിത് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ പേടിയാണ് മീനെല്ലാം കൊല്ലുന്നത്. ഇവരുടെ ഈ പേടി അതാണ് ഈ ലോകത്തെ ഒരു മീൻ പോലും ജീവിച്ചിരിക്കാൻ കാര്യം. ഇപ്പോൾ 2-3 മീനേ ഉള്ളൂ ഈ ലോകത്ത്. 5000 മീനുകളെ കാണും. എല്ലാം കൂടെ ഇവിടെ അടിച്ച് കൊന്നു. ചുമ്മാ നീ പണ്ടത്തെ പറയാ ചേട്ടാ. ഓക്കെ. അപ്പം നീ മീനെ ഇട് ബാക്കി. നീ ഉണ്ടോ? നീ ഇല്ലേ? ഒരുത്തിനോട് പിന്നെ നെറ്റിടാൻ പോണു കേട്ടോ. ഉണ്ടെന്നാ തോന്നുന്നത്. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നു. തോന്നുന്നല്ല, ഉണ്ട്. മറിച്ചൊക്കെ വിടും. അയ്യാ, വെള്ളം ഇവിടെ മറിക്കില്ല. ഉണ്ട് 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 അതിൻ്റെ തൊണ്ട് ഞാൻ കണ്ടു. വെള്ളം ഇവിടെ മറിക്കണ്ട. ഇവിടെ അല്ല വെള്ളമാക്കി. ഒന്നും പോലും എനിക്ക് തോന്നുന്നു. ആ വെള്ളം മുഴുവൻ അങ്ങ് മറിച്ചേക്ക്. ഒരു റെഡ് മീനുണ്ട്, ഞാൻ കണ്ടതാണ്. ദേ പോലും ഇതാ ഗൈസ്, എനിക്ക് കാണാം. അതെ, അവിടെ ഒരു മീനുണ്ട് ഗൈസ്, എനിക്ക് കാണാം. എൻ്റെ മൂടെല്ലാം പോയി. എനിക്ക് വെള്ളം പൂന്ന് കണ്ട പിന്നെ മൂഡ് പോക്കാണ് ഗൈസ്. എന്നാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് നിർത്തിയേക്കാം. അപ്പം അവൻ മീനെ പിടിച്ചിട്ട് ആ സമയത്ത് ഞാനാണെങ്കിൽ ഈ നെറ്റൊന്ന് കഴുകിയിട്ട് വരാം. നെറ്റ് കഴുകാൻ വേണ്ടി ഞാനൊരു ബേസിൻ എടുത്തുകൊണ്ട് പോവാണ് ഗൈസ്. എൻ്റെ കയ്യിലൊരു ഒരു നെറ്റ് കഴുകാൻ വേണ്ടി വലിയ ബേസിൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മുഴുവൻ ചെളിയാണ് ഗൈസ്. നമ്മുടെ ടാപ്പ് തുറക്കുവാണ്. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നെറ്റൊന്ന് മുക്കിയിടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ചെളിയൊന്നുമില്ല. ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതേ ഉള്ളൂ. ഇന്ന് കഴുകിയെടുത്താൽ മതി. നമുക്ക് ഈ ബേസിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാലിനൊന്ന് തേച്ച് നോക്കാം. ശരിക്കുള്ള ചെളിയുണ്ടോ? ഒത്തിരി ചെളിയൊന്നും ഇല്ല ഇതിൽ. പക്ഷേ നമുക്ക് നമ്മുടെ നെറ്റെടുത്ത് മുക്കാം. നമ്മൾ നെറ്റൊന്ന് മുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ നെറ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. നെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റോപ്പിന് അതിൻ്റെ ഇടയ്ക്ക് വെള്ളം പോകാൻ വേണ്ടി ഇവിടെ ഒരു വെള്ളത്തിന് വേണ്ടി ഒരു വഴി കല്ല് വെച്ചുണ്ടാക്കി. ഓക്കെ, ഇനി നീ ഇത് വിരിക്കുക. വെള്ളം പോയിട്ടുണ്ട് നമുക്ക്. പക്ഷെ ഇതിന് നല്ല വെള്ളം പറ്റിയപ്പോൾ നല്ല വെയിച്ചായിട്ടുണ്ട്. പിടി താഴെ പോയത്. പണ്ടത്തെ ഞങ്ങളുടെ ഇതും പണ്ടത്തെ കുഞ്ഞു പിള്ളേരുടെ ബെഡിൻ്റെ. ഞങ്ങളിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണെങ്കിൽ ടാങ്കെല്ലാം ഉണ്ടാക്കിയത്. ഇതെല്ലാം ഞങ്ങൾ വീട്ടിലുള്ള സാധനത്തിൻ്റെയൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം പഴയ ബക്കറ്റും എല്ലാം ആയിരുന്നു. കല്ലൊന്നും നമ്മളിനി വെക്കുന്നില്ല. ബ്രീഡായാൽ ഞങ്ങൾ ഉറപ്പായിട്ട് കാണിച്ചുകൂടി തരാം. വീഡിയോ ഇടും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്ലീസ് ഡോണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.